മുനമ്പം ഭൂസംരക്ഷണ സമിതി അംഗങ്ങളെ, പ്രത്യേകിച്ച് സമരസമിതിയുടെ ചെയർമാനായ ബഹുമാനപ്പെട്ട ബെന്നി അവർകൾ, പ്രിയപ്പെട്ട സമരസമിതി അംഗങ്ങളെ, കേരള പീപ്പിൾസ് മൂവ്മെന്റിന്റെ ചെയർമാനായ അഡ്വക്കേറ്റ് ജേക്കബ് പുല്ലിക്കൻ അവർകൾ, കേരള പീപ്പിൾസ് മൂവ്മെന്റിന്റെ സെക്രട്ടറിയും കൂടിയായിരിക്കുന്ന രാഘവൻ സാർ, പ്രിയ സുഹൃത്തുക്കളെ, മുനമ്പൻ ജനതകളുടെ കഷ്ടതകൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങ് തെക്കറ്റത്ത് നിന്നും തിരുവനന്തപുരത്ത് നിന്നും ഞങ്ങൾ ഇവിടെ എത്തിയത്. കാരണം വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തുകൾ വഖഫ് എന്ന ഒരു പ്രസ്ഥാനം, വഖഫ് ബോർഡ് എന്ന ഒരു പ്രസ്ഥാനം കയ്യിലാക്കി ഈ പാവപ്പെട്ട തീരദേശ ജനങ്ങളെ ഈ പ്രദേശത്ത് നിന്നും ആട്ടിപ്പായ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ തീരദേശവാസികൾ കടലമ്മയോട് മല്ലടിച്ച് ഉണ്ടാക്കിയ ഈ സമ്പത്തുകൾക്ക് വഖഫ് എന്ന പ്രസ്ഥാനം അവർ കണ്ണുവച്ച് ഈ പാവങ്ങളെ തെരുവിലാക്കാൻ ആഗ്രഹിക്കുന്നു. അത് കേരള സമൂഹം ഒരിക്കലും അംഗീകരിക്കില്ല, അത് അനുവദിക്കില്ല എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ ഇവിടെ ബോധിപ്പിക്കാനുള്ളത്. പ്രിയ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന കേരളത്തിലെ കടൽത്തീരങ്ങൾ, പ്രത്യേകിച്ച് തീരദേശവാസികളുടെ നിലനിൽപ്പ് അപകടകരമായ വരുന്ന സാഹചര്യമാണ് നാം നേരിടുന്നത്. ഒരു ഭാഗം കോർപ്പറേറ്റ് മുതലാളികളുടെ കടന്നുകയറ്റം തീരത്തെ ജനങ്ങളെ ഒന്നടങ്കാപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മറുഭാഗത്ത് വഖഫ് ബോർഡ് എന്ന പ്രസ്ഥാനം മുനമ്പൻ ജനങ്ങളെ ആട്ടിപ്പാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പാവപ്പെട്ട തീരദേശ ജനങ്ങൾ എവിടെ പോകും എന്നതാണ് ചോദ്യം. അവരും അവരുടെ കുടുംബങ്ങളും, പ്രത്യേകിച്ച് വയോധികരായ മാതാപിതാക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. അവരുടെ ഭാവിയെപ്പറ്റി ഒരു ചിന്തയുമില്ലാതെ ചില കോർപ്പറേറ്റുകളും വഖഫ് ബോർഡ് എന്ന പ്രസ്ഥാനവും ഇറങ്ങിയിരിക്കുകയാണ് പാവപ്പെട്ട തീരദേശ ജനങ്ങളെ ഇവിടെ നാട്ടിപ്പായിട്ട്. അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്നതാണ് ഞങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ മാസം 4-ാം തീയതി, അതായത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ പ്രവേശന കവാടത്തിന് മുമ്പിൽ കേരള പീപ്പിൾസ് മൂവ്മെന്റും മത്തായി അഞ്ഞിരാമൻ ഫൗണ്ടേഷൻ സംയുക്ത സമിതികൾ ചേർന്നുകൊണ്ട് അവിടെയും ഒരു സായാഹ്ന ധർണ നടത്തിയിരുന്നു. വിഷയം മുനമ്പൻ തന്നെയായിരുന്നു. ആ വിഷയം വളരെ ജനശ്രദ്ധയുമുണ്ടായി. അതിന് ചുക്കായും പിടിച്ചത് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ജേക്കബ് സാർ തന്നെ. അതിന്റെ ഉദ്ഘാടകനായിരുന്നത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ജനറൽ വിഹാരി, പാവങ്ങളുടെ സഹായി എന്നറിയുന്ന ഫാദർ യൂജിനെറ്റ് പെരേര അവറുകളായിരുന്നു. ഞങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. അവിടെയും ജേക്കബ് സാർ യൂജിനെറ്റിനൊക്കെ പറഞ്ഞത് പാവപ്പെട്ട മുനമ്പൻ തീരദേശ ജനങ്ങളെ ഒരു കാരണവശാലും കുടിയൊഴിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് അവിടെയും ചർച്ച ചെയ്തത്, അവിടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത്. പ്രിയ സഹോദരങ്ങളെ, എനിക്കിവിടെ പറയാനുള്ളത്, നമുക്കറിയാം കൊച്ചി ചെല്ലാമത്തെ ജനങ്ങൾ വളരെ വർഷങ്ങളോളം കഷ്ടത അനുഭവിക്കുന്നു. അവിടെ ഒരു ശാശ്വത പരിഹാരം അടിയന്തരമായി ഗവൺമെന്റിന് കാണാൻ പറ്റുന്നില്ല. അവിടുത്തെ ജനങ്ങളും വളരെ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ കരിമണൽ ഖനനവുമായിട്ട് ആലപ്പുഴ, കൊല്ലം കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ചില ഇടവകൾ തന്നെ അവിടുന്ന് അപ്രതീക്ഷിതമായിരിക്കുന്ന തീരദേശത്ത് നിന്ന് അവിടെയുള്ള ജനങ്ങൾ വളരെ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തിരുവനന്തപുരം നോക്കുമ്പോൾ മുതലപ്പഴി ഒരുപാട് മരണങ്ങൾ, ഏകദേശം 74-75 മരണങ്ങൾ അവിടെ സംഭവിച്ചു കഴിഞ്ഞ് അപകടവും മരണം വർദ്ധിച്ചു വരുന്നു. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെയും മത്സ്യബന്ധനം നടത്താൻ ഭയമാകുന്ന സാഹചര്യം. ഒരുപാട് ജനങ്ങൾ അപകടവും മരണവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ഈ മരണപ്പെട്ട കുടുംബങ്ങളുടെ വിധവകൾക്ക് സർക്കാർ തലത്തിൽ ജോലി കൊടുത്ത് അവരെ സംരക്ഷിക്കണം എന്നതാണ് ഇപ്പോൾ പൊതു ചർച്ചകളായിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതി നമുക്ക് നോക്കാം. ഏകദേശം 20-25 കിലോമീറ്റർ എടുക്കാൻ അതിന്റെ വടക്ക് ഭാഗം, പദ്ധതിയുടെ വടക്ക് ഭാഗം തീരങ്ങൾ ഒന്നിറങ്ങി നഷ്ടപ്പെട്ട് 6 വരി വീടെടുക്കാൻ നഷ്ടപ്പെട്ട് കടലമ്മയോട് മല്ലടിച്ച് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തുകളും ഭവനങ്ങളും അവിടെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോയാൽ കേരളത്തിന്റെ തീരദേശം എന്തായി മാറും? എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കേരളത്തിന്റെ
തീരദേശവാസികളില്ല എങ്കിൽ കേരളമില്ല. ഈ തീരദേശവാസികളാണ് കേരളത്തെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ടാണ് നല്ല അറിവുള്ള ശാസ്ത്രജ്ഞന്മാരായാലും അറിവുള്ള ഉദ്യോഗസ്ഥരായാലും അറിവുള്ള ജനങ്ങളും പറഞ്ഞ തീരദേശ ജനത്തിനെ സംരക്ഷിച്ചു മതി വികസനങ്ങൾ. മാത്രമല്ല ഇതേപോലെ വക്കം ബോർഡ് പോലുള്ള പ്രസ്ഥാനങ്ങൾ അവിടെ കടന്നുകൂടി ആ പാവപ്പെട്ട തീരദേശ ജനങ്ങളെ അവിടെ നാട്ടിപ്പേക്കാൻ അനുവദിക്കരുത് എന്ന് ചില ഉദ്യോഗസ്ഥന്മാരും ശാസ്ത്രജ്ഞന്മാരും ചില ജ്ഞാനികളൊക്കെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, പ്രിയ വനനിവാസികളെ, സഹോദരന്മാരെ, നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങൾക്ക് ഇവിടെ തന്നെയായിരിക്കും. ഇത് തന്നെ നിങ്ങൾ കാശ് കൊടുത്ത് സമ്പാദിച്ച ഈ സ്വത്ത് നിങ്ങൾക്കുള്ളത് തന്നെ. അത് വഖഫ് ബോർഡ് എന്ന പ്രസ്ഥാനം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതേപോലെ തന്നെ നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മുടെ മുല്ലപ്പെരിയാർ ഇന്നും ജനങ്ങൾ ഭയപ്പെടുന്നു. കേരളത്തിലെ ഉടനീളം ജനങ്ങൾ ഭയപ്പെടുന്നു. കേരള സംസ്ഥാനം നിലനിൽക്കുമോ ഇല്ലയോ എന്ന ചിന്തയില്ല മുല്ലപ്പെരിയാർ. ആ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് കേരളത്തെ സംരക്ഷിക്കണം എന്നതാണ് ഞങ്ങൾക്ക് ഇന്ന് 4 മണിക്ക് മീറ്റിംഗ് ഉണ്ട് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് നാം കേരളത്തെ സംരക്ഷിക്കുന്നവരാണ് തീരപ്രദേശ ജനങ്ങൾ. നമ്മൾ ഒന്നടങ്കം തീരജനതയ്ക്ക് തീരജനതയുടെ നിലനിൽപ്പ് ഭദ്രമാക്കണം എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നത്. നന്ദി.